കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 6:30 വീടിനകത്തുനിന്നും സാക്കിബിന്റെ നിലവിളി കേൾക്കുന്നത്. ഓടിയെത്തിയ നാട്ടുകാർ കാണുന്നത് ഇയാളുടെ ഭാര്യ നിലത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന നിലയിലാണ്. സമീപത്തിരുന്ന് നിലവിളിച്ച് കരയുകയാണ് ഭർത്താവ്. 1.5 വയസ്സിനും 5 വയസ്സിനും ഇടയിലുള്ള 3 പെൺകുട്ടികളും സമീപത്തിരുന്ന് കരയുകയായിരുന്നു. കാര്യം തിരിക്കിയ നാട്ടുകാരോട് ഇയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് വീട്ടിലേക്ക് കറുത്ത വസ്ത്രം ധരിച്ച ഒരാൾ അതിക്രമിച്ചു കയറിയെന്നും മോഷണ ശ്രമത്തിനിടെ അയാൾ തന്റെ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി എന്നുമായിരുന്നു. ആ സമയം താൻ വീട്ടിലുണ്ടായിരുന്നില്ല എന്നും കുഞ്ഞുങ്ങളാണ് തന്നോട് ഇത് പറഞ്ഞത് എന്നുമായിരുന്നു ഇയാൾ പറഞ്ഞിരുന്നത്. ഇതിനു പിന്നാലെ തന്നെ നാട്ടുകാർ സംഭവം പോലീസിനെ അറിയിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തേക്കെത്തിയ പോലീസിനോടും ഇയാൾ ഇതേ മൊഴി തന്നെയാണ് ആവർത്തിച്ചത്. കൂടാതെ മൂത്ത 2 പെൺകുട്ടികളും പോലീസിനോട് സമാനമായി തന്നെ മൊഴി നൽകി. തുടർന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ സംഭവം അന്വേഷിച്ചു തുടങ്ങിയ ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിന് അയാളിൽ ചെറിയ സംശയങ്ങളുണ്ടായിരുന്നു. ഭർത്താവിന്റെ മൊഴികളിലെ വൈരുദ്ധ്യം തന്നെയായിരുന്നു അതിന്റെ കാരണം. കുട്ടികളെ ചോദ്യം ചെയ്തുവെങ്കിലും മുഖംമൂടി അണിഞ്ഞെത്തിയ ഒരാൾ അമ്മയെ കൊലപ്പെടുത്തി എന്ന് തന്നെയായിരുന്നു അവരുടെ മൊഴി. പിന്നീട് 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി വളരെ സൗഹൃദപരമായി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തറിയുന്നത്. മൊബൈൽ ടവർ ജോലിക്കാരനായ സാക്കിബ് രാത്രികാലങ്ങളിൽ ഓട്ടോ ഓടുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപ് അമ്മയെയും അച്ഛനെയും കുട്ടികൾ വീട്ടിൽ കണ്ടു എന്ന് മൊഴി നൽകിയിരുന്നു. പിന്നീട് പിതാവാണ് തങ്ങളോട് ഇങ്ങനെയെല്ലാം പറയണമെന്ന് പറഞ്ഞു തന്നത് എന്നും കുട്ടികൾ പോലീസിന് മൊഴി നൽകി. ഇതോടെയാണ് സാക്കിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തത്. ഇതിനു പിന്നാലെ പുറത്തുവന്നതാകട്ടെ ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ്. സാക്കിബിന് മറ്റൊരു യുവതിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം ഇയാളുടെ ഭാര്യ അറിയുകയും ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കിടുകയും ചെയ്തിരുന്നു. അന്ന് രാവിലെയും ഇരുവരും തമ്മിൽ തർക്കത്തിലേർപ്പെടുകയും ഇതിന് പിന്നാലെയാണ് യുവാവ് പേപ്പർ കട്ടർ ഉപയോഗിച്ച് യുവതിയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. ശേഷം മോഷണത്തിനിടെ നടന്ന കൊലപാതകമാണെന്ന് വരുത്തി തീർക്കാനായി അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വലിച്ചിടുകയുമൊക്കെ ചെയ്തു. പിന്നീട് ആർക്കും സംശയം തോന്നാതിരിക്കാനാണ് മൃതദേഹത്തിനരികിലിരുന്ന് വലിയ തരത്തിലുള്ള നാടകവും ഇയാൾ കളിച്ചത്. കൂടാതെ താൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ നാട്ടുകാരോടും പോലീസിനോടും പറയണമെന്ന് പറഞ്ഞ് ആ പിഞ്ചുമക്കളെ അയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നേരത്തെ ഇയാൾ ഭാര്യയോട് ജീവനൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായും ഇതിനായി ഭാര്യയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്തായാലും സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ യുവാവിന്റെ കരച്ചിലും വിലാപവുമെല്ലാം വെറും നാടകമാണെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് തെളിയിക്കുകയായിരുന്നു. അതേസമയം തന്നെ മാതാവ് കൊല്ലപ്പെടുകയും പിതാവ് ജയിലിലാവുകയും ചെയ്തതോടെ 3 പിഞ്ചുമക്കൾ ഒറ്റപ്പെട്ട നിലയിലായിരിക്കുകയാണിപ്പോൾ.